സോണിലെത്തിയിട്ട് നമ്മൾ ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. ഇനി ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ടോ, 27 രൂപേൻ്റെ ഓർഡറാണ്. അപ്പോൾ നമുക്ക് മറ്റേ ഹോട്ടലിലേക്കുള്ള മാപ്പ് ഇട്ടോ കേട്ടോ, എത്ര കിലോമീറ്റർ ഉണ്ട് കാണാം. അവിടേക്ക് പോകാനത് ഏകദേശം 400 മീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെയാണ്. ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഹോട്ടലിൽ വരുന്നത്. അപ്പോൾ നമ്മൾ റീച്ച്ഡ് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കുക, കൺഫേം കൊടുക്കട്ടോ. അപ്പോൾ ക്ലിക്ക് സെൽഫി വയ്ക്കുന്നുണ്ട്, അത് സെൽഫി എടുത്ത് കൊടുക്കട്ടോ. നമ്മൾ സെൽഫി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുഡ് റെഡി ആയിട്ടില്ല, വെയിറ്റ് ടൈം ഉണ്ട് ഏകദേശം. ഫുഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ നമ്മളെ എന്താ പറയുക, വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു OTP നമ്പറൊക്കെ ഉണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പിക്കപ്പ് കംപ്ലീറ്റ് കൊടുക്കട്ടോ. അപ്പോൾ കസ്റ്റമറെ ലൊക്കേഷനിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് നോക്കട്ടോ. 4.5 കിലോമീറ്റർ ആട്ടോ ഉള്ളത്. 4.5ഉം 4.9 കിലോമീറ്ററാണ് ടോട്ടൽ കേട്ടോ. ഫസ്റ്റ് ഓർഡർ തന്നെ ഹോട്ടലിലേക്കുള്ള ദൂരവും കസ്റ്റമറെ ലൊക്കേഷനിലേക്കുള്ള ദൂരം കൂടി 4.9 ആട്ടോ. അപ്പം പാർട്ട് ടൈം ഇറങ്ങുന്നതോട് ഞാൻ 70 രൂപയ്ക്കാട്ടോ ഫസ്റ്റ് പെട്രോൾ അടിച്ചത്. അപ്പം പെട്രോൾ കുറച്ച് വണ്ടിയിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് 70 രൂപയ്ക്ക് അടിച്ചത് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഓർഡർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കുക, കസ്റ്റമർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഓടിയിട്ട് കിട്ടിയതാണ് 30 രൂപ കേട്ടോ. ടോട്ടലിപ്പോൾ ഈ ഫസ്റ്റ് ഓർഡർ കിലോമീറ്റർ പറഞ്ഞാൽ 4.9 കിലോമീറ്ററാണ് നമ്മൾ ഓടി കേട്ടോ. 5 കിലോമീറ്ററിന് ഏകദേശം. അപ്പം ഇനി അടുത്ത ഓർഡറിന് വെയിറ്റ് ചെയ്യുക. അപ്പം ഔട്ട് ഓഫ് സോണിലാണ്. അപ്പം നമ്മൾ ആ സോണിൻ്റെ ഉള്ളിലാട്ടോ. അപ്പോൾ സോണിൻ്റെ പുറത്തായിരുന്നു. അപ്പോൾ സോണിൻ്റെ പുറത്തുനിന്നാലും അടിയും, അരമണിക്കൂർ കഴിഞ്ഞാൽ ഓഫ്ലൈൻ ആവും കേട്ടോ. അതുകൊണ്ടാണ് സോണിൻ്റെ ഉള്ളിലോട്ട് കയറി. പിന്നെ പാർട്ട് ടൈം ആയതുകൊണ്ട് കൂടുതൽ ഓർഡർ ഇട്ടാൻ വേണ്ടിയിട്ട് സോണിൻ്റെ അടുത്തേക്ക് വന്നാൽ കേട്ടോ. പിന്നെന്താ വരുന്നത്, 10 റുപ്യേൻ്റെ എക്സ്ട്രാ പെർ ഓർഡറിന് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 1 മണിക്കൂറത്തേക്കുള്ള സർജ് കേട്ടോ അത് വരുന്നത്. 10 രൂപയാണ് സർജ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അക്സെപ്റ്റ് ഓർഡർ എടുക്കാം കേട്ടോ. 62 രൂപേൻ്റെ ഓർഡർ ആട്ടോ അടിച്ചത്. അപ്പോൾ KFCയിൽ നിന്ന് നമ്മളെ നമ്മുടെ അടുത്തുള്ള KFCയിൽ നിന്നാണ് ഓർഡർ അടിച്ചത് കേട്ടോ. അപ്പോൾ KFCയിലേക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടോ നോക്കാം കേട്ടോ. ഏകദേശം 2 കിലോമീറ്റർ അടുത്ത് KFCയിലേക്ക് ഓടാണ്ട് കേട്ടോ. KFCയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നമംഗലത്തുള്ള പാലക്കൽ മാളിലത്തെ KFC ആട്ടോ അത്. അപ്പോൾ നമ്മൾ റീച്ച് കൊടുക്കുക കേട്ടോ, കൺഫേം കൊടുക്കുക. അപ്പം സെൽഫി വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ. ക്ലിക്ക് സെൽഫി കൊടുക്കാം, കൺഫേം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫുഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിക്കപ്പ് കംപ്ലീറ്റ് കൊടുക്കാം, കൺഫേം കൊടുക്കാം കേട്ടോ. അപ്പോൾ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്ര കിലോമീറ്റർ നോക്കാം. കസ്റ്റമറെ ലൊക്കേഷനിലേക്ക് 6.4 കിലോമീറ്റർ ആയിട്ടുള്ളത്. നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റീച്ച് കസ്റ്റമർ ലൊക്കേഷൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ 466 രൂപ കസ്റ്റമറോട് വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ കസ്റ്റമർ ഒന്ന് കോൾ ചെയ്ത് നോക്കാം കേട്ടോ. കസ്റ്റമറെ കുറേ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ ഫോൺ എടുത്തിട്ടില്ല അതിന് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാലാണ് കസ്റ്റമർ ഫോൺ എടുത്തത്. അപ്പോൾ കസ്റ്റമർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആണ് വരുന്നത്. അപ്പോൾ ക്യാഷ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ ക്യാഷ് കളക്ട് ചെയ്ത് 466 ക്യാഷ് കളക്ട് ചെയ്തിട്ടുണ്ടോ, കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഓർഡറിന് കിട്ടിയത് പറഞ്ഞാൽ എത്ര 67 രൂപ കേട്ടോ. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ കൂടി കൂട്ടിയിട്ടാണ് 10 രൂപ ബോണസ് ചാർജ് ഉണ്ട്, അത് കൂടി കൂട്ടിയിട്ടാട്ടോ.
സർജ് ബോണസ് ആണ്. അപ്പോൾ 67 രൂപ കേട്ടോ ഈ ഓർഡറിന് കിട്ടി. ഇത് മൂന്നാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം 63 രൂപേൻ്റെ ഓർഡർ തന്നെ കേട്ടോ. ബർഗർ ലോഞ്ച് എന്നാട്ടോ അടിച്ച്. അപ്പം എന്താ പറയുക, റെസ്റ്റോറൻറ്റിലേക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടോ നോക്കട്ടോ. അപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ ഏകദേശം ഒരു 550 മീറ്റർ ഓട്ടാറുള്ളത്. 550 മീറ്റർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം കൺഫേം കൊടുക്കണേ. അപ്പോൾ റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് റെഡി ആയിട്ടൊന്നുമില്ല, അപ്പോൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട് സ്വിഗ്ഗി ആണോ സൊമാറ്റോ ആണോ ബെസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ. അപ്പോൾ രണ്ടും ഏകദേശം കണക്കാട്ടോ. അപ്പോൾ സ്വിഗ്ഗി പറഞ്ഞാൽ സോണിൻ്റെ പുറത്തുനിന്ന് വരെ നമുക്ക് ഓർഡർ അടിക്കുമ്പോൾ, സൊമാറ്റോ അങ്ങനെയല്ല. സൊമാറ്റോ സോണിൻ്റെ ഉള്ളിൽ ഷോപ്പിൻ്റെ മുന്നിലൊക്കെ പോയി കഴിഞ്ഞാലേ ഓർഡർ അടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ സോണിൻ്റെ പുറത്തുനിന്ന് അടിക്കും, പക്ഷേ അത്യാവശ്യം ഓർഡർ കാര്യങ്ങളൊക്കെ വേണം, എന്താ പറയുക, എന്നാലേ അടിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ സ്വിഗ്ഗി അങ്ങനെയല്ല. സോണിൻ്റെ പുറത്ത് ഒരു 3, 4, 5 കിലോമീറ്ററൊക്കെ ആണെങ്കിലും സ്വിഗ്ഗി ഓർഡർ അടിപ്പിക്കും കേട്ടോ. അപ്പോൾ സൊമാറ്റോനെ ആക്കി പറയല്ല കേട്ടോ. അങ്ങനെ എന്താ പറയുക, സൊമാറ്റോ മോശമാണെന്ന് പറയല്ല. സൊമാറ്റോ അത്യാവശ്യം ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വിഗ്ഗി പറഞ്ഞാൽ എന്താ പറയുക, കിലോമീറ്ററിന് എത്ര 25 രൂപയോ അങ്ങനെയാണെന്ന്. ഓർഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം 5442 ഓർഡർ ഐ ഡി കേട്ടോ. ഓർഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, പിക്കപ്പ് കംപ്ലീറ്റ് കൊടുക്കാം. അപ്പോൾ കസ്റ്റമറെ ലൊക്കേഷനിലേക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടോ കേട്ടോ. 7.1 കിലോമീറ്റർ ആട്ടുള്ളത്, 7.1 ആട്ടുള്ളത് കാണിക്കുന്നത്. കസ്റ്റമർക്ക് ഫുഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കുക കേട്ടോ, കൺഫേം കൊടുക്കുക. അപ്പോൾ ഈ ഓർഡറിന് 84 രൂപയായിട്ട് കിട്ടി. അപ്പോൾ റെയിൻ സർജ് ഉണ്ട്, പിന്നെ 10 രൂപ ബോണസ് കേട്ടോ. അപ്പോൾ ടോട്ടൽ 84 രൂപയാണ് നമുക്ക് ഈ ഓർഡറിന് കിട്ടിയ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് സർജ് ഉണ്ട്. സർജ് ഇപ്പോൾ എവിടെയോ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരോ സർജ് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 30 രൂപ എക്സ്ട്രാ പെർ ഓർഡറിന് വരുന്നുണ്ട് കേട്ടോ. റെയിൻ സർജാണ് നമ്മളെ 4ാമത്തെ ഓർഡർ ആട്ടോ. 50 രൂപേൻ്റെ ഓർഡർ ആട്ടോ അടിച്ച്. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ഓർഡർ കൊടുക്കാം കേട്ടോ. അപ്പോൾ 60 രൂപയാണ് ഇപ്പം പ്ലസ് 60 രൂപ കേട്ടോ. അപ്പോൾ മൾട്ടി ഓർഡർ ആണെന്ന് കേട്ടോ തോന്നുന്നു. കോൾ വരുന്നുണ്ടല്ലോ. അപ്പം അക്സെപ്റ്റ് കൊടുക്കാം കേട്ടോ. ഓർഡർ ഉണ്ട് ആ റെസ്റ്റോറൻറ്റിൽ ഇട്ടൊക്കെ അടിച്ച്. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഓർഡർ അടിച്ചില്ലേ ആ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇപ്പോൾ അടിച്ച ഓർഡർ കേട്ടോ. ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫുഡ് കിട്ടിയിട്ട് ഫസ്റ്റ് കസ്റ്റമർ മൾട്ടി ഓർഡറാണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് 2.1 കിലോമീറ്റർ ആട്ടോ. അത് പറഞ്ഞാൽ ഫുഡ് വെയിറ്റിങ് നല്ല വെയിറ്റിംഗ് ആണ്. ഒരു 20 മിനിറ്റിൻ്റെ അടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് 2.1 കിലോമീറ്ററാണ് ഫസ്റ്റ് ഓർഡർ പോവുക കേട്ടോ. നമ്മൾ മൾട്ടി ഓർഡറിൻ്റെ ഫസ്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമറോട് ഒരു 151 രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കുക കേട്ടോ. കംപ്ലീറ്റ് കൊടുക്കുക. അപ്പോൾ ഗോ നെക്സ്റ്റ് ഓർഡർ. അപ്പോൾ അടുത്ത ഓർഡർ എത്ര കിലോമീറ്റർ ഉണ്ടോ കേട്ടോ. അടുത്ത ഓർഡർ പറഞ്ഞാൽ 1.2 കിലോമീറ്റർ ആട്ടോ വരുന്നത്. രണ്ടാമത്തെ കസ്റ്റമർ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺഫേം കൊടുക്കാം കേട്ടോ. അപ്പം 60 രൂപയാണ് കേട്ടോ. പിന്നെ 20 റുപ്യ ടിപ്സ് കിട്ടിയിട്ടുണ്ട്. 20 റുപ്യ റെയിൻ ചാർജും 10 റുപ്യ ബോണസ് ചാർജ് കേട്ടോ. ഗോ ടു നെക്സ്റ്റ് ഓർഡർ. പിന്നെ ഇതാ ഒരു ഫുള്ള് നായ്ക്കളാട്ടോ. ഡോഗ്സ് ആണ്. ഫുള്ള് നായ്ക്കളാണല്ലോ. പണി പാളുമോ. പിന്നെ ഒരു ഓർഡറും കൂടി കൊടുത്താൽ 55 റുപ്യ കിട്ടും കേട്ടോ.
6 ഓർഡർ എടുത്താൽ 55, അതേപോലെ തന്നെ 12 ഓർഡർ എടുത്താൽ 130 രൂപ കേട്ടോ. 18 ഓർഡർ എടുത്താൽ 225 കേട്ടോ. മക്കളെ കടിക്കല്ല മക്കളെ, വരുന്നുണ്ടല്ലോ. കുറച്ച് നേരമായിട്ടോ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഓർഡറൊന്നും വരുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ അവിടെ ഒരു സ്വിഗ്ഗിൻ്റെ ടീമുണ്ട്, അപ്പോൾ അവനും അടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ആ റൈഡറും കുറേ നേരമായിട്ടോ അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മളിന്ന് 29.2 കിലോമീറ്റർ ആയിട്ടൊന്ന് ഓടിയത് ടോട്ടൽ. ഇപ്പോൾ 70 രൂപേൻ്റെ പെട്രോൾ ആയിട്ടൊന്ന് അടിച്ച്. അപ്പം ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇന്ന് 291 രൂപേൻ്റെ ഓർഡർ ഏണിങ്സ് കിട്ടിയിട്ടുണ്ട്. 3.5 മണിക്കൂർ കൊണ്ട് കേട്ടോ 5 ഓർഡർ.